എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ ഫുട്ബോളിൻ്റെ ആവിഷ്കാരം നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത്? ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ ആസക്തി സൃഷ്ടിക്കുന്ന, വിനോദത്തിൽ നിമഗ്നമാക്കുന്ന ഒരു കളി അത് ഫുട്ബോൾ തന്നെയാണ്. ജോഗ ബോണിറ്റോ, എ പോർച്ചുഗീസ് വേർഡ്. പ്ലേ ബ്യൂട്ടിഫുള്ളി ഈസ് ദ ഫിലോസഫി ഓഫ് പ്ലേയിങ് വിത്ത് ജോയ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഫ്ലയർ. നൈക്ക് കമ്പനി 2006 ഇത് ഒരു ഐക്കണിക് ക്യാമ്പയിൻ ആക്കി ആരംഭിച്ചു. സത്യത്തിൽ ജോഗ ബോണിറ്റോ എന്നാണ് നമ്മുടെ കളിക്ക് ഒരു കാലഘട്ടത്തിൽ ആവേശത്തോടു കൂടി നാം പറഞ്ഞിരുന്ന പേര്. എഡ്സൺ അരാൻഡസ് നാസിമെൻറ്റോ പെലെ, ലോക ഫുട്ബോളിൻ്റെ രാജാവായി അറിയപ്പെടുന്ന പെലെ കളിച്ചിരുന്ന കാലത്ത് ആ സൗന്ദര്യ ആവിഷ്കാരത്തിന് പറഞ്ഞിരുന്ന പേര് ജോഗ ബോണിറ്റോ എന്നായിരുന്നു. അതൊരു പോർച്ചുഗീസ് വേർഡാണ്. അതിൻ്റെ അർത്ഥം വളരെ മനോഹരമായിട്ട്, വളരെ ക്രിയേറ്റീവായിട്ട് മറ്റുള്ളവരിൽ ആനന്ദം ജനിപ്പിച്ചുകൊണ്ട് കളിക്കുക എന്നതാണ്. ഫുട്ബോൾ എന്നും സോക്കർ എന്നും, അമേരിക്കയിൽ സോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, നമുക്കറിയാലോ. അത് വേറെ തന്നെ മറ്റൊരു റഗ്ബിയെ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫുട്ബോൾ 1863 ഫുട്ബോൾ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ കോഡിഫൈ ചെയ്ത് ഒരു കളിയാക്കി, ഒരുപാട് നിയമങ്ങളെല്ലാം ആവിഷ്കരിച്ച് അതൊരു കളിയാക്കി ഉണ്ടാക്കിയെടുത്തു. 1966 ലോകകപ്പ് ഫുട്ബോൾ ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടന്നത്. വെംബ്ലിയിൽ വെച്ചായിരുന്നു ഫൈനൽ. അന്ന് ജർമ്മനിയാണ് എതിരിട്ടത് എന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ തിരുത്തി പറയാം. ഇംഗ്ലണ്ടാണ് എന്തായിരുന്നാലും ജയിച്ചത്. ജെഫ് ഹേഴ്സ്റ്റ് ആയിരുന്നു അന്ന് ഫൈനലിൽ ഹാട്രിക് നേടിയത്. നമുക്കറിയാമല്ലോ, 2022 കിലിയൻ എംബപ്പെ അദ്ദേഹവും ഫൈനലിൽ ഹാട്രിക് നേടുകയുണ്ട്. അതിനു മുമ്പ് ഒറ്റ ഹാട്രിക് മാത്രമാണ് ഫിഫ ലോകകപ്പിൽ പിറന്നിട്ടുള്ളൂ. അത് ജെഫ് ഹേഴ്സ്റ്റ് ആണ്. ഒരുപാട് വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അത് നിങ്ങൾ അതിലേക്ക് പരതി ഇറങ്ങി വായിക്കേണ്ടതാണ്. ജെഫ് ഹേഴ്സ്റ്റ് പിൽക്കാലത്ത് വളരെ അധികം അറിയപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ നടന്ന് പരിശീലക വേഷം കെട്ടിയ ഒരു നല്ല കോച്ചായ വ്യക്തി കൂടിയായിരുന്നു. എന്തായിരുന്നാലും 1966 ലോകകപ്പ് ഫുട്ബോൾ ഇംഗ്ലണ്ടിൽ എത്തിയപ്പോൾ അന്ന് വാർത്തകളിലൊക്കെ, അന്ന് ഞാനൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്, വാർത്തകളിലൊക്കെ ആളുകൾ പറഞ്ഞ ഒരു വാക്യമുണ്ട്: ഫുട്ബോൾ അതിൻ്റെ തറവാട്ടിലേക്ക് എത്തിയെന്ന്. ഫുട്ബോൾ അതിൻ്റെ തറവാട്ടിലേക്ക് അഥവാ ഇംഗ്ലണ്ടിലേക്ക് എത്തിയെന്ന്. അതിപ്പോൾ നമ്മൾ ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും ആളുകൾക്കൊരു വാദമുണ്ട്, ക്രിക്കറ്റ് തുടക്കം കുറിച്ചതും ഇംഗ്ലണ്ടിലാണ്, അതല്ല ആസ്ട്രേലിയയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള സംവാദങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായിരുന്നാലും ഫുട്ബോൾ ഇംഗ്ലണ്ടിലാണ് തുടങ്ങി വെച്ചത് എന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫുട്ബോൾ വളരെയധികം ചരിത്രത്തിലേക്ക് നമ്മൾ പുറകോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും വിനോദത്തിൽ ആസക്തരാണ് എന്നില്ല. നമുക്ക് തോന്നുന്നില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ ആസക്തി സൃഷ്ടിക്കുന്ന, വിനോദത്തിൽ നിമഗ്നമാക്കുന്ന ഒരു കളി അത് ഫുട്ബോൾ തന്നെയാണ്. ഫുട്ബോളിൻ്റെ അത്രയും ജനപ്രിയത ഉള്ള മറ്റൊരു കേളി രൂപം ലോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് 4 വർഷം കൂടുമ്പോൾ ഓരോ ലോകകപ്പ് വരുമ്പോൾ ലോകം മുഴുവൻ ഒന്നായി മാറുന്നത്. ക്ലബ്ബ് ഫുട്ബോളിലും ഈ അർത്ഥത്തിലുള്ള ഹരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായി ഞാനൊന്നും ക്ലബ് ഫുട്ബോൾ ആസ്വദിക്കാത്തൊരു ആളാണ്. അതിന് കാരണങ്ങൾ മറ്റ് എക്കണോമിക്കലായ ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കലായ ചില റീസൺസ് ഉണ്ട്. അത് തൽക്കാലം ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഫിഫ എന്ന് പറഞ്ഞാൽ അതിൽ പൊളിറ്റിക്സ് ഇല്ല എന്നല്ല. അത് നമ്മൾ വേറൊരു എപ്പിസോഡിൽ നമ്മളത് കൈകാര്യം ചെയ്യുന്നുണ്ട്, അത് പിന്നീട് പറയാം. എന്തായിരുന്നാലും ഈ ഫുട്ബോൾ അതിൻ്റെ തറവാട്ടിലേക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് രാജ്യത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ എനിക്കതിൽ ചില തിരുത്തലുകൾ വേണമെന്ന് തോന്നുകയാണ്. ഇംഗ്ലണ്ട് അല്ല ഫുട്ബോളിൻ്റെ തറവാട്ട് കുലകുടസ്ഥർ. അത് തുടക്കം കുറിച്ച വേറെയും പ്രദേശങ്ങൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. 1863 കുറേ നിയമരേഖകൾ ഉണ്ടാക്കിയിട്ട് ഒരേ നിലവാരത്തിലുള്ള ഒരു കളി മത്സരം നടക്കണമെങ്കിൽ ഒരേ നിലവാരത്തിലുള്ള നിയമരൂപങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമാണ് അത് മത്സരമായി മാറുക. അങ്ങനെ കോഡിഫൈ ചെയ്തിട്ട് 1863 ഒക്ടോബർ 26 ഇംഗ്ലണ്ടിൽ ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ടാക്കി. ആ നിയമങ്ങൾ വെച്ചിട്ട് 1863 തന്നെ ഇംഗ്ലണ്ടിലെ ലെയിംസ് ഫീൽഡിൽ വെച്ചിട്ട് ഒരു ഫുട്ബോൾ മത്സരവും നടന്നിട്ടുണ്ട്. പിന്നീടും കളി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 1900 തൊട്ടാണ് ഫുട്ബോൾ
ഒളിമ്പിക്സിലെ ഒരു മത്സര ഇനമായിട്ട് വരുന്നത്. പിന്നീട് കുറച്ചുകൂടി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് 1930കളിലാണ് ലോകകപ്പ് ഫുട്ബോൾ എന്ന് ഒളിമ്പിക്സിൽ നിന്ന് വേർപ്പെടുത്തിയ മറ്റൊരു രൂപത്തെ ആവിഷ്കരിക്കപ്പെടുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, ഈ ചരിത്രം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ ഫുട്ബോളിൻ്റെ ആവിഷ്കാരം നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ മേധാശക്തി, ലോകത്തെ ഏറ്റവും വലിയ കൊളോണിയൽ പവർ അത് ഇംഗ്ലണ്ടായിരുന്നു ദിക്കുകളെ മുഴുവൻ കീഴ്പ്പെടുത്തി സർവ്വ നാട്ടുരാജ്യങ്ങളെയും തങ്ങളുടെ കീഴിൽ കൊണ്ടുവന്നിട്ട് അവരുടെ അധികാര പ്രയോഗവും അതോടൊപ്പം തന്നെ ക്രൂരമായ ചുങ്കം പിഴിയലും ആളുകളുടെ സാമ്പത്തിക വരുമാനത്തെ പിഴിഞ്ഞെടുത്ത് തങ്ങളുടെ വിനോദത്തിനും തങ്ങളുടെ ആർഭാടത്തിനും തങ്ങളുടെ സംസ്കൃതിയുടെ അഭ്യുന്നതിക്കും വേണ്ടി ഉപയോഗിക്കുക. ആ തലത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്ന രാജ്യം. മറ്റുള്ളവർക്കൊക്കെ അതിനോട് വിധേയത്വമാണ്. ആ വിധേയത്വത്തിൻ്റെ ഒരു അധികാര ഭാഷ അന്ന് ലോകത്ത് നിലനിന്നിരുന്നു എന്നതിനാൽ തന്നെ ഇംഗ്ലണ്ടാണ് ഫുട്ബോളിൻ്റെ തറവാട് എന്ന് നമ്മളൊക്കെ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴും സ്പോർട്സ് ജേർണലിസ്റ്റുകളൊക്കെ അത് ആവർത്തിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാനത് വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കാതിരിക്കാൻ ഇനി അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ 1863 ഒക്ടോബർ 26 ഈ കളി തുടക്കം കുറിച്ചതിൻ്റെ പിറകിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദ ഫുട്ബോൾ അസോസിയേഷൻ വാസ് ഫോംഡ് ഓൺ ദ പ്രൊപ്പോസൽ ഓഫ് എബനീസർ കോബ് മോർലി എന്ന് പറയുന്ന വ്യക്തിയുടെ താല്പര്യപ്രകാരമാണ് എന്തിന് അറ്റ് ദ ഫ്രീമേസൺസ് ടവേൺ വിച്ച് സ്റ്റുഡ് ഓൺ ദിസ് സൈറ്റ് ദ മോഡേൺ ഗെയിം ഓഫ് ഫുട്ബോൾ വാസ് ബോൺ ഓൺ ദിസ് ഡേ 26 ഒക്ടോബർ 1863 എന്ന് ഒരു ചരിത്രശകലം ഞാൻ വായിക്കാനിടയായി. ഞാനതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ഇവിടെ മലപ്പുറം സ്വദേശിയായ ഒരു സുഹൃത്തുണ്ട്, ഫുട്ബോളിൽ റിസർച്ച് നടത്തുന്ന വ്യക്തി. അദ്ദേഹം സൂചിപ്പിച്ചു തന്നതാണിത്. ഈ സോക്കർ ദർവീഷിൻ്റെ ഒരു 2ാം ഭാഗം ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു ഫ്രീമേസൺ കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള അതുപോലെയുള്ള പരിശോധനകളിലേക്ക് ഇറങ്ങുന്നതാണ്. അത് അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ചരിത്രത്തിൻ്റെ നമ്മളൊക്കെ ചരിത്ര വായന തുടങ്ങിയ കാലഘട്ടത്തിന് മുമ്പേ അല്ലെങ്കിൽ ചരിത്രാതീത കാലഘട്ടത്തിലോ അതിനു മുമ്പെയോ ഒക്കെ മനുഷ്യൻ ഫുട്ബോൾ കളിച്ചിട്ട് ഞാൻ പറയുകയുണ്ടായി, ഉരുണ്ട വസ്തുക്കളോടുള്ള മനുഷ്യൻ്റെ ഭ്രമം. ഇത് മനുഷ്യൻ്റെ ജീവനം പ്രകൃതിയിൽ ഏതൊക്കെ രീതിയിൽ അതിജയിക്കാനും അതിജീവിക്കാനും ആരംഭിച്ചിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. നമ്മൾ ഉരുളുന്ന വസ്തുവിൻ്റെ ആ ചലന രൂപത്തെ, അതിൻ്റെ ഫിസിക്സിനെ മനസ്സിലാക്കിയിട്ടാണ് മനുഷ്യൻ ചക്രങ്ങൾ നിർമ്മിച്ചത്. അല്ലെങ്കിൽ ഉരുളുന്ന വസ്തുക്കളുടെ മുകളിൽ കയറ്റി വെച്ചാൽ ഭാരത്തെ നീക്കാൻ കഴിയും എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. അന്ന് തൊട്ടിട്ട്, അത് മനസ്സിലാക്കുന്ന കാലഘട്ടം തൊട്ടിട്ട് മനുഷ്യന് ഉരുണ്ട വസ്തുക്കളോട് പ്രത്യേകമായ ആകർഷണമുണ്ട്. ഇതിനെപ്പറ്റി റിസർച്ച് നടത്തിയ ഒരു സയൻറ്റിസ്റ്റ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെൻ്റെ മനസ്സിൽ വരുന്നില്ല, ഒരു ഡച്ച് സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം യെയിൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായ പ്രബന്ധമുണ്ട്. ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് വർത്തുള ചലനത്തിൽ കൂടുതൽ താല്പര്യപ്പെടുന്നത്, അതിലെന്തുകൊണ്ട് നിലകൊള്ളുന്നു, എന്തുകൊണ്ടാണ് ഭ്രമണം സംഭവിക്കുന്നത്, ഓർബിറ്റ് അത് ഉണ്ടാവുന്നത് എന്താണ് ഈ സർക്കുലർ മോഷൻസ്, വർത്തുള ചലനം. അതുപോലെ തന്നെ ഞാൻ സൂഫിസം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സൂഫികൾ കറങ്ങുന്നത് വേളിംഗ് ആയിട്ടാണ്, ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഭ്രമണം എന്നതിനെ ആവിഷ്കരിക്കുന്ന സംഗതിയാണ്. എന്നിരിക്കെ ഫുട്ബോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി ആണ്ടിറങ്ങി പരിശോധിക്കുകയാണെങ്കിൽ ചൈനയിലെ ഹാൻ സാമ്രാജ്യത്തിൻ്റെ, അതിൻ്റെ വർഷം എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഹാൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരു റോയൽ സ്പോർട്ടിംഗ്, ഒരു രാജകീയ കായിക വിനോദമായിട്ട് അത് ക്രിസ്തുവിൻ്റെ എത്രയോ മുമ്പുണ്ട്. അതിൻ്റെ പേര് ക്യൂജു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് കളിക്കുന്ന രീതിയല്ല, നമ്മൾ ഇന്ന് കളിക്കുന്ന ബോളല്ല, നമ്മൾ ഇന്ന് കളിക്കുന്ന ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഗ്രൗണ്ട് അല്ല, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുക, ഡയഗണലായിട്ടുള്ള പാസിംഗ് സിസ്റ്റം അല്ല അതിനുള്ളത്, അല്ലെങ്കിൽ അക്രോബാറ്റിക് ആയിട്ടുള്ള കളിക്കാരുടെ ചാട്ടവും ചടുലമായ നീക്കങ്ങളൊക്കെ നമുക്ക് അത് ഇന്നത്തെ ഫുട്ബോളിൽ കാണാൻ പറ്റും. അതിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ ക്യൂജു എന്ന ഒരു കളി ബോൾ കൊണ്ട്, ഉരുണ്ട വസ്തു കൊണ്ട് ചൈനയിലെ ഹാൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ അവർ റോയൽ സ്പോർട്ടിംഗ് ആയി ക്രിസ്തുവിന് മുമ്പ് നടത്തിയിരുന്നു. മറ്റൊന്ന്, ഏതാണ്ട് സമാനമായ കാലഘട്ടത്തിൽ ഗ്രീസിൽ എപ്പിസ്കൈറോസ് എന്ന് പറയുന്ന ഒരു കളി ഉണ്ടായിരുന്നു. ഇത് ഗ്രീക്കിൽ അത് എപ്പിസ്കൈറോസ് ആണെങ്കിൽ തൊട്ടടുത്ത റോമിൽ അത് ഹാർപാസ്റ്റം എന്ന പേരിൽ മറ്റൊരു കളിയായിരുന്നു. ഹാർപാസ്റ്റം എന്നായിരുന്നു അതിൻ്റെ കളി.
ഇനി പിന്നെ അമേരിക്കയിലെ മായൻ അസ്ഡക് വംശജരിൽ ഉണ്ടായിരുന്ന ഒരു വളയപ്പന്ത് മത്സരം ഉണ്ടായിരുന്നു. വളയപ്പന്ത് മത്സരം അത് നമ്മൾ ഇന്ന് കാണുന്ന ഗോൾ പോസ്റ്റിന് പകരം വളയപ്പന്ത്, അത് വേണമെങ്കിൽ നമുക്ക് ബാസ്കറ്റ് ബോളിലേക്കും മറ്റൊക്കെ അതിനെ വേണമെങ്കിൽ ചേർത്ത് പറയാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും അത് ഫുട്ബോളിൻ്റെ ഒരു പൂർവ്വകാല രൂപമാണ്. മറ്റൊന്ന്, ഈജിപ്തിലും പേർഷ്യയിലും നിലനിന്നിരുന്ന ഒറ്റക്കാൽ പന്ത് തട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാല് കെട്ടും, മനുഷ്യരുടെ ഒരു കാല് പുറകിലേക്ക് തട്ടും, ഒറ്റക്കാലിൽ ഊന്നി നിൽക്കണം. ഈ ഒറ്റക്കാലിൽ ഊന്നി നിന്നിട്ട് അവരെന്ത് ചെയ്യണം? ചാടുകയും ഓടുകയും വേണം. കൈകൾ അങ്ങനെയാണെങ്കിൽ കൈ ഫ്രീ ആണെങ്കിലും അതിന് പ്രത്യേക രീതിയിൽ ചലിക്കാൻ കഴിയില്ല. അങ്ങനെ അതിനെ തട്ടിക്കളിച്ച് പിന്നെ അത് ഗോൾ നേടലാണോ പോയിന്റ് നേടലാണോ മറ്റെന്തെങ്കിലും അതിൻ്റെ ഫലം എങ്ങനെയാണോ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഞാൻ പരിശോധിച്ചിട്ടില്ല. എന്തായിരുന്നാലും ഫുട്ബോള് ലോക മേധാവിത്വ ശക്തിയായ ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് വിനോദിക്കാൻ വേണ്ടി, ആ വിനോദ വിപണനത്തിന് വേണ്ടി, അതിൻ്റെ വ്യാപാരത്തിന് വേണ്ടി അവർ അതിൻ്റെ ലീഗാലിറ്റീസ് എല്ലാം ചേർത്ത് വെച്ച്, നിയമവശങ്ങളെല്ലാം ചേർത്ത് വെച്ച് കോഡിഫൈ ചെയ്ത് അങ്ങനെ ആവിഷ്കരിച്ച് കൊണ്ടുവന്നതാണ് എന്നതാണ്. ഇത് ഇങ്ങനെ ഫുട്ബോൾ വെച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഫുട്ബോൾ വെച്ചുകൊണ്ട് എൻ്റെ നോവൽ സോക്കർ ദർവീഷ് അത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനുഷ്യൻ്റെ ഈ ഭ്രമണം, മനുഷ്യൻ്റെ വർത്തുള്ള ചലനം, ഇതിലൊക്കെ ഒരു സൂഫി എന്ന അർത്ഥത്തിൽ, ഒരു സൂഫിയുടെ കാഴ്ചപ്പാട് എന്ന അർത്ഥത്തിൽ ഇതിന് ആ വളയ ദർശനം, ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നതിൽ ഒരു പ്രണയപരമായ ആവിഷ്കാരത്തെ കണ്ടെത്താനുണ്ട്, അതിൽ നിന്നുകൊണ്ട് കഥ പറയാനുണ്ട്. അതുകൊണ്ടാണ് സോക്കർ ദർവിഷ് ഇതിൽ ഊന്നി നിൽക്കുന്നത്. എന്നാൽ അതൊരു സാമ്രാജ്യത്വത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള നോട്ടമായിട്ട് തൽക്കാലം അതിനെന്ത് ചെയ്യുന്നില്ല, ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളുടെ മറ്റു വസ്തുതകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പുസ്തകം പരിശോധിക്കുക. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അല്പം കൂടി കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് പറയാനുണ്ട്. തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിക്കുക. സബ്സ്ക്രിപ്ഷൻ സാധ്യമെങ്കിൽ പരിഗണിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിരൂപണങ്ങളും ഇനി അങ്ങോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, പിന്തുണയും.